എല്ലാവർക്കും നമസ്കാരം. ഇൻട്രൊഡക്ഷൻ ഇംഗ്ലീഷിലാണെങ്കിലും ചർച്ച മലയാളത്തിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. രണ്ട് കൊയിലാണ്ടിക്കാർ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എന്തൊക്കെയോ രസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തോന്നുന്നു റിഷാൻ? ഉറപ്പായിട്ടും ഞങ്ങൾ കൊയിലാണ്ടിലിരുന്ന് സംസാരിക്കേണ്ടവരാണ്, പക്ഷേ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചാത്തമംഗലത്താണ്. എന്തായാലും റിഷാനെ നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവും. വളരെ കുറഞ്ഞ കാലം കൊണ്ട് 15-ലേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച, അതിലും പലതും മൂന്നാമത്തെയും നാലാമത്തെയും ആറാമത്തെയും ഒക്കെ പതിപ്പുകളിലേക്ക് കടന്ന ബെസ്റ്റ് ത്രില്ലറുകൾ എഴുതിയിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് റിഷാൻ. അദ്ദേഹത്തിൻ്റെ സൗഹൃദം പങ്കിടാൻ അവസരം കിട്ടിയതിൽ ഞാൻ ആദ്യമേ സന്തോഷിക്കുന്നു. അതുപോലെ ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാൻ ഒരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുകയാണ്. റിഷാൻ, കൊയിലാണ്ടിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങണം. കൊയിലാണ്ടിയുടെ സാഹിത്യത്തിലെ അടയാളം എന്താണെന്നത് അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ അത് യു എ ഖാദറിൽ തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു. യു എ ഖാദർ ആയിരിക്കും കൊയിലാണ്ടിയെ സാഹിത്യത്തിൻ്റെ ഒരു ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ആൾ. പിന്നീട് കുറേ കാലത്തേക്ക് ഒരു ഗ്യാപ്പാണ്. കൽപ്പറ്റ നാരായണമാഷുണ്ട്. അതുപോലെ കൊയിലാണ്ടിയുടെ പരിസരത്ത് കുറേ അപ്പുറപ്പുറകെയായിട്ട് ആളുകളുണ്ട്. വി ടി ജയദേവനെ പോലെ അല്ലെങ്കിൽ സോമൻ കടലൂരിനെ പോലെയൊക്കെയുള്ള ആളുകൾ. കൊയിലാണ്ടിക്ക് രാഷ്ട്രീയമായോ അല്ലെങ്കിൽ സാംസ്കാരികമായോ ഒക്കെ വലിയ ഒരു മേഖലയുണ്ടെങ്കിൽ പോലും സാഹിത്യത്തിൻ്റെ മേഖലയിൽ കോഴിക്കോടിനെ പോലെയൊന്നും അത്ര വലിയ അടയാളപ്പെടുത്തലുകൾ ഇല്ലാതെ പോയൊരു സ്ഥലമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കോഴിക്കോട് മാനാഞ്ചിറയെ കേന്ദ്രീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആകാശവാണിയെ കേന്ദ്രീകരിച്ചോ MTയും അക്കിത്തവും ഉറൂബും ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ ഒരു കേന്ദ്രമായിരുന്നു അത്. അത്തരം ഒരു കേന്ദ്രമല്ലാത്തൊരു സ്ഥലത്ത് ജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് റിഷാൻ എഴുത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാൻ ഇവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിൽ ആദ്യം ഞാൻ നന്ദി പറയണു. ഈ മാഷ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്കൊരു ഇച്ചിരി കൊയിലാണ്ടിയുടെ ചരിത്രം പറയേണ്ടി വരും. അല്ല, മാഷ് വിട്ടുപോയ വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട്, മേലൂർ വാസുദേവൻ നായർ. ശരിക്കും അദ്ദേഹം മലയാള സാഹിത്യത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിയ ആളാണ്. കവിയായിരുന്നു, കുറച്ചായി മരിച്ചിട്ട്. പിന്നെ നമ്മുടെ ഒരു ചരിത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ശരിക്കും കൊയിലാണ്ടി എന്ന് പറയുന്നത്. നമ്മളെ മുസ്ലിസിൻ്റെയൊക്കെ മുൻപ് നമ്മുടെ കൊല്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇപ്പോഴത്തെ പാറപ്പള്ളി നിൽക്കുന്ന കൊല്ലം എന്ന് പറയുന്ന സ്ഥലം വലിയൊരു തുറമുഖമായിരുന്നു എന്നാണ് പറയുന്നത്. തുറമുഖമായിരുന്നു. അപ്പോൾ വാസ്കോ ഡ ഗാമ അവിടെയാണ് കപ്പലിറങ്ങിയത്. MGS അടക്കം പറയുന്നത് അങ്ങനെയാണ്. ഏറ്റവും പുതിയ പഠനങ്ങൾ പ്രകാരം MGS അടക്കം പറയുന്നത് വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങി. ശരിക്കും അതൊരു ചെറിയ കടലെടുക്ക് പോലുള്ളൊരു പ്രദേശമാണ്. കാപ്പാടിനേക്കാൾ കൂടുതൽ പ്രകൃതിപരമായിട്ട് ഇറങ്ങാൻ കപ്പലെടുക്കാനൊക്കെ സാധ്യത ഉണ്ടായിരുന്ന അവിടെ തന്നെയാണ് ഇറങ്ങിയത് തന്നെയാണ് പറയുന്നത്. അതേ സമയത്ത് കുറച്ചുകൂടെ നമ്മൾ വേറൊരു ചരിത്രം എന്താ വെച്ചാൽ അതിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കൊയിലാണ്ടി കണ്ണൂർ ഹൈവേ പോകുന്ന വഴിയിൽ ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ ഭാഗം എന്ന് പറയുന്നത് ഒരു ജൂത സെറ്റിൽമെൻറ്റ് കേന്ദ്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു കൂട്ടം ജൂതർ കുറേ കാലം അവിടെ താമസിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ തീരപ്രദേശം എന്ന് നോക്കുമ്പം ചൈനയിൽ നിന്ന് വന്ന ആളുകൾ, ഇപ്പം അവിടെ ചീനപ്പള്ളി എന്ന് പറയുന്ന പള്ളിയുണ്ട്. ഈ ചീന എന്ന് പറയുന്നതൊക്കെ തന്നെ ചൈനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇതൊക്കെ ആ വാക്ക് വരുന്നത് തന്നെ ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ചൈനീസിൽ നിന്നും ആളുകൾ വന്നിരിക്കാം, അവരുടെ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരിക്കാം, അവരുടെ പാത്രങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം ചീന ചട്ടി എന്ന് പറയുന്ന സാധനം ചീനയിൽ നിന്ന് വന്ന കടായിൽ നിന്ന് വരുന്നൊരു സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചീന ചട്ടി എന്ന് പറയുന്നത്. വാക്കുകളുടെ ഒരു രസം അതാണ്. അപ്പം ഇങ്ങനെ വലിയ ചരിത്രപരമായിട്ട് വലിയ ഒപ്പം അറബികളുടെ സാന്നിധ്യം ഇപ്പം കൊയിലാണ്ടി പാറപ്പള്ളിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൊയിലാണ്ടിയും തുറമുഖം ഉണ്ടായിരുന്നു, വളരെ ചെറിയ ഡിസ്റ്റൻസിൽ. അവിടെ നിന്നായിരുന്നു ഒരു കാലത്ത് ഹജ്ജ് തീർത്ഥാടകർ പോയിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് നിലയിലും വലിയ വലിയ രീതിയിലുള്ള പ്രാധാന്യം, സാംസ്കാരിക പ്രാധാന്യമുണ്ട്. അപ്പം പിന്നെ എഴുത്തിൻ്റെ ഒരു പ്രാധാന്യം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മളെ രൂപീകരിക്കാനൊക്കെ ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ പിന്തുടർന്ന് എഴുതേണ്ടി ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ വളരെ അവിചാരിതമായിട്ട് എഴുത്തിൽ വന്ന് വീണ ഒരാളാണ്. ഞാനിപ്പം എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. നമ്മളിങ്ങനെ ചെറിയ ഇടവഴികളൊക്കെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള കൊള്ളുകൾ. അപ്പോൾ ഈ കൊള്ളുകളോട് ചേർന്ന് ചെറിയ മരങ്ങളുണ്ടാവും, ചെറിയ ചെടിമരങ്ങളുണ്ടാവും, ഇലകളൊക്കെ ഇങ്ങനെ താഴ്ന്നു നിൽക്കും. അപ്പം അതിൽ ഏതോ ഒരു ഇലയിൽ ഏതോ ഒരു ചെടിയിൽ നിന്ന് ഞെട്ടറ്റ് വീണ ഇല താഴെ എപ്പോഴും നനഞ്ഞു നിൽക്കുന്ന മണ്ണായിരിക്കും, ഒരു കുളിരായിരിക്കും. ശംസുദ്ദീൻ കുട്ടോത്തിൻ്റെ ഇരീച്ചാൽ കാപ്പ് എന്ന് പറയുന്ന നോവലിൽ ഇടവഴികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കുളിരി ഇടവഴി എന്ന് പറയുന്നുണ്ട്.
നമുക്കറിയാം നമ്മുടെ ഏതൊരു ഇടവഴിയിൽ പോകുമ്പോഴും ഈ പ്രത്യേകിച്ച് കൊള്ളുള്ള ഇടവഴിയിൽ പോകുമ്പോൾ ഒരു ചെറിയ തണുപ്പുണ്ടാവും. അതിന് ഏറ്റവും മനോഹരമായിട്ട് പറയാണ് കുളിരിടവഴി. അപ്പം അത്തരമൊരു ഇടവഴിയിൽ വീണ ഒരു ഇലയായിട്ടാണ് ഞാനെന്നെ കാണുന്നത്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഇത്തരം മഹാരഥന്മാരൊന്നും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നേരിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തമായിട്ടുള്ള ഉത്തരം അത് ഞാനല്ല പറയേണ്ടത്. ഒരു പക്ഷേ ഞാൻ മരിച്ച് എൻ്റെ കാലത്തിന് ശേഷം മറ്റൊരാൾ ചിലപ്പോൾ ഇവിടെ തന്നെ വന്നിരുന്ന് അല്ലെങ്കിൽ മറ്റൊരാൾ മറ്റൊരിടത്ത് വെച്ചായിരിക്കും അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ എഴുത്തിൻ്റെ വഴിയിലേക്ക് വരുമ്പോൾ അത് പിന്നെ എഴുത്തുകാരായ മറ്റുള്ളവരുടെ സ്വാധീനം എന്നതിനപ്പുറത്ത് സൗഹൃദങ്ങളുടെ സ്വാധീനം, അതുപോലെ സ്കൂളിൻ്റെ സ്വാധീനം, വീടിൻ്റെ സ്വാധീനം, അങ്ങനെ പലതരം സ്വാധീനങ്ങൾ ഉണ്ടാവുമല്ലോ. മറ്റു വഴികളിലേക്ക് പോകാതെ ഇതാണ് എൻ്റെ മേഖല എന്ന് തോന്നിയത് എപ്പോഴായിരിക്കും? ഈ പറഞ്ഞതുപോലെ ഞാൻ സ്കൂൾ കാലത്തൊന്നും എഴുതിയിട്ടില്ല. ഞാൻ സ്കൂൾ കാലത്തൊന്നും വായിച്ചിട്ടില്ല, ശരിയായിട്ടുള്ള രീതിയിൽ വായിച്ചിട്ടില്ല. അന്ന് വായിക്കുന്നത് ബാലരമ, അത്തരം സാധനങ്ങളാണ് വായിക്കുന്നത്. പിന്നെയും കുറച്ചുകൂടെ മുതിർന്നപ്പോഴാണ് അപ്പം ഈ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന ഒരു ശീലം അതിൻ്റെ ഉമ്മ പറഞ്ഞു കേട്ടതാണ്, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ ചെറുത് എന്ത് കിട്ടിക്കഴിഞ്ഞാലും വായിക്കായിരുന്നു. അതിപ്പോൾ ഒരു തീപ്പെട്ടിക്കൂടാണെങ്കിലും ഞാൻ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ കടലാസ് കിട്ടിയാണെങ്കിലും അത് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മേ ബി അങ്ങനെ ആയിരിക്കാം. അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലൊന്നും ഞാൻ എഴുത്തിനെ കുറിച്ചിട്ട് ആലോചിച്ച് പോലില്ല. ഞാൻ അന്ന് ആകെ എഴുതിയത് കുറച്ച് പ്രേമലേഖനങ്ങളാണ്. അത് എവിടെ എത്തിയിട്ടുമില്ല. അപ്പോൾ വേറെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല സത്യത്തിൽ. പിന്നെ ഞാൻ ഇടയ്ക്ക് അതിന് ശേഷം പല സമയങ്ങളായിട്ട് വായിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പലതും വായിച്ചിട്ടുണ്ട്. ഒരു ഗൈഡൻസ് ആയിട്ടുള്ള വായനയൊന്നുമല്ല, എനിക്ക് എന്താണോ വായിക്കാൻ തോന്നുന്നത്. മനോരമ വായിച്ചിട്ടുണ്ട്, മാതൃഭൂമി, ഇങ്ങനെ സകല നമ്മൾ ഇന്ന് ചിലപ്പം മോശമെന്ന് പറയുന്നതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അതാണ് എൻ്റെ ഒരു വായന എന്ന് പറയുന്നത്. ഞാൻ പത്രം വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഈ പത്രം വായിക്കുമ്പോൾ ഞാൻ പത്രം മുഴുവനായിട്ട് വായിക്കുമായിരുന്നു. അതെനിക്ക് ഇപ്പോഴും ഇന്നും ഇഷ്ടമാണ്. അത് പത്രത്തിൻ്റെ ആദ്യത്തെ ഡേറ്റ്, പത്രത്തിൽ എന്തൊക്കെയുണ്ട്, പത്രത്തിൽ എന്തൊക്കെ അച്ചടിച്ചിട്ടുണ്ടോ അത് മുഴുവൻ വായിക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതായിരിക്കാം മേ ബി. പിന്നീട് ഞാനൊന്ന് ഗൾഫിൽ പോയി, ബഹ്റൈനിൽ പോയി. ബഹ്റൈനിലൊരു പെർഫ്യൂമിൻ്റെ ഷോപ്പിലായിരുന്നു എനിക്ക് ജോലി. അവിടെ എനിക്ക് കുറേ സമയമുണ്ടായിരുന്നു, സത്യത്തിൽ നല്ല സമയമുണ്ടായിരുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അന്നത്തെ സമയം പോക്കാനുള്ള, അവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. അപ്പോൾ എനിക്ക് സമയം പോക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പം പലരും എഴുതുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നു, അതിനെ ആളുകൾ അഭിനന്ദിക്കുന്നു, അത് കൊള്ളാമല്ലോ, അടിപൊളിയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും തോന്നില്ല, എന്നെയും നമ്മളെയൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ആരെങ്കിലും അഭിനന്ദിക്കാനുണ്ടെങ്കിൽ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് അടാ കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു അജ്ഞാതനായ മനുഷ്യൻ പറഞ്ഞാലും മതി. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. എനിക്കും ഇങ്ങനത്തെ രണ്ട് അഭിനന്ദനമൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. എഴുത്തിന്റെ തുടക്കം. ആദ്യത്തെ കഥ വെളിച്ചം കണ്ടതിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ട്? ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് വെളിച്ചം കാണിക്കുന്നത്. അതൊരു 4 വരിയോ മറ്റോ ഉള്ളൊരു കഥയാണ്. പിന്നെ ആദ്യത്തെ കഥ ഒരു പ്രിന്റ് മാഗസിനിൽ വരുന്നത് എന്ന് പറയുന്നത് മൂല്യശ്രുതി എന്ന് പറയുന്ന ചവറ കൾച്ചർ സെന്ററിന്റെ ഭാഗമായിട്ട് എറണാകുളത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു മാഗസിനിലാണ് ആദ്യത്തെ ഒരു കഥ വരുന്നത്. അതിൻ്റെ പേര് എന്തോ ഒരു ഒരാളുടെ പേരിൽ പൂച്ച എന്നാണ്. അതൊരു അഭയാർത്ഥിത്വത്തിൻ്റെ കഥയാണ്, ഒരു ഫലസ്തീൻ അഭയാർത്ഥിത്വത്തിൻ്റെ കഥയായിരുന്നു. അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. കഥ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണം എന്തായിരുന്നു? ഈ സുഹൃത്തുക്കളും വീടും ഒക്കെ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്തു? വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒന്നും നമുക്ക് ഭ്രാന്തായിരുന്നു എന്നൊക്കെ. നമ്മള് ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ഇപ്പൊ ഇവിടെ കുറെ ആൾക്കാർ ചിലപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, കുറെ പെൺകുട്ടികളൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവരെ കുറിച്ച് നിങ്ങൾക്ക് വേറെ പണിയില്ല എന്ന് വെച്ചിരിക്കും. അല്ലെങ്കിൽ ആമ്പിള്ളേരാണെങ്കിൽ വ്ളോഗ് ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ട്രോള് ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അവർ തന്നെ അവരെ സ്വയം പ്രദർശിപ്പിക്കുന്ന മറ്റു മേഖലകളുണ്ടാവും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോൾ അപ്പം നമ്മൾ ഇവരൊക്കെ ആദ്യം തള്ളിക്കളയാ ചെയ്യുക. നിനക്ക് വേറെ പണിയൊന്നുമില്ല, നമുക്ക് എന്നിട്ട് തകരാറാന്ന്. സെയിം ചോദ്യം, ഇതേ ചോദ്യമായിരുന്നു ഞാൻ നേരിട്ടുകൊണ്ടിരുന്നത്. അത് സുഹൃത്തുക്കളുടെ ഇടയിലും കുടുംബത്തിനിടയിലും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് തോന്നി എനിക്ക് വട്ടില്ല എന്ന് തോന്നി, ഇതുകൊണ്ട് എന്തൊക്കെയോ കിട്ടുന്നുണ്ടെന്നൊക്കെ തോന്നി. പ്രണയ ജിന്നുകളിലെ അജ്മലിന്റെ ഫൈസലിനെ പോലെ ഒരാളുണ്ടായിരുന്നോ?
സത്യത്തിൽ ഫൈസലിനെ പോലെ ഒരു സുഹൃത്ത് ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഉണ്ടായിട്ടില്ല. ശരി. യാത്ര എഴുതിയിട്ടുണ്ട്, ചെറുകഥയുണ്ട്, നോവലുണ്ട്, അതല്ലാതെ പങ്ക്തികൾ കൈകാര്യം ചെയ്യുന്നു, ട്രാൻസ്ലേഷൻ, ഇങ്ങനെ പല മേഖലയിൽ വ്യാപരിക്കുകയാണ് ഒരേ സമയം. ഇതിൽ റിഹാൻ ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നുന്ന മേഖല ഏതാണ്? എനിക്ക് നോവൽ എഴുതാനാണ് ഇഷ്ടം. എങ്ങനെയാണ് നോവലിനെ കാണുന്നത്? നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോവലിനെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, എനിക്ക് സ്വതന്ത്രമായിട്ടുള്ളൊരു റിപ്പബ്ലിക്കാണ്. അവിടുത്തെ രാജാവും മന്ത്രിയും ഒക്കെ ഞാനാണ്. അവിടെ അതിൻ്റെ അതിർത്തി നിശ്ചയിക്കുന്നത് ഞാനാണ്. എപ്പോഴും നോവലൊരു സ്വതന്ത്രമായിട്ടുള്ള റിപ്പബ്ലിക്കായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ നമുക്ക് വഴികളുണ്ടാക്കാം, അവിടെ അതിൻ്റെ ഒരു പേസ് തീരുമാനിക്കാം, അതിൻ്റെ വൈകാരികതകൾ എനിക്ക് തീരുമാനിക്കാം. ഇതിനൊക്കെ ഒരു രസം എന്താ വെച്ചാൽ, ഇതിനേക്കാൾ ഉപരി ഞാൻ പുതിയത് എന്തോ ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. നമുക്കെപ്പോഴും, നമ്മളൊക്കെ ഇപ്പോഴും, നമുക്കാണെങ്കിൽ ഇപ്പോൾ നിങ്ങളോടൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക്. കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വളരെ ടൈം സ്പാൻ കുറഞ്ഞ കാലത്താണ് ജീവിക്കുന്നത്. ഞാനീ പറഞ്ഞ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് മടുക്കും. നമ്മൾ ടൈം സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെക്കൻഡ്, മാക്സിമം പോയ 1.5 മിനിറ്റാണ്. നമ്മളൊരു റീലോ ഷോർട്സോ ഒക്കെ കാണുന്നതാണ് നമ്മുടെ ടൈം സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്തതിലേക്ക് സ്ക്രോൾ ചെയ്ത് തിരിച്ചു പോകണം. അപ്പോൾ അതെന്താ വെച്ചാൽ, നമുക്ക് പുതിയത് കാണാനുള്ള, പുതിയതിനോടുള്ള നമ്മുടെ ഒരു ആകാംക്ഷയും കൗതുകമൊക്കെയാണ്. ഇപ്പം ഈ നോവൽ എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ്, ഞാനൊരു പുതിയൊരു സാധനത്തെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നു, അതിൻ്റെ പിന്നാലെ കുറേ അലയുന്നു, അതിൽ ഞാൻ തന്നെ, പിന്നെ ഞാൻ ഉണ്ടാക്കി വെക്കുന്ന കള്ളത്തരങ്ങൾ ആൾക്കാർ വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ സുഖം. അല്ല, ഈ ടൈം സ്പാനിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ, ഈ റീല് വായിക്കുന്ന, അല്ലെ റീല് നോക്കുന്ന, ഷോർട്സ് കാണുന്ന ഒരു സിനിമ പോലും അതിൻ്റെ സാധാരണ സ്പീഡിൽ കാണാത്ത ഒരു തലമുറയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ബഹുഭൂരിപക്ഷ ആളുകളും ഒരു 2x ഒരു സിനിമ കാണുന്നത്. അത്ര സ്പീഡിൽ കണ്ടാലേ ഞങ്ങൾക്ക് ഒരു സിനിമ തീരൂ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ട്. അവരുടെ മുമ്പിലേക്കാണ് നമ്മളൊരു 150 പേജ് അതിന് കൂടുതലുള്ള ഒരു നോവല് എഴുതി വെക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം. എൻ്റെ കോളേജിലെ കുട്ടികൾ പലരും പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ ആ കഥയുടെ അല്ലെങ്കിൽ നോവലിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞു തരാമെന്ന് ചോദിച്ചു വരാറുണ്ട്. അത് എൻ്റെ കോളേജിലെ മാത്രം അവസ്ഥയായിരിക്കില്ല എന്ന് എനിക്കറിയാം. അത്തരം ആളുകളുടെ മുമ്പിൽ കഥയുമായി വന്നു നിൽക്കുമ്പോൾ അതിനൊരു അസാമാന്യ ധൈര്യമുണ്ട്. ആളുകളെ ആ കഥയിലേക്ക് പിടിച്ചു നിർത്താനുള്ള എന്തോ ഒന്ന് ഉള്ളിലുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ റിഹാൻ നേരിടുന്നത്? മാഷ് പറഞ്ഞതിൽ തന്നെ തുടങ്ങാം. അപ്പം മാഷ് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു സാരാംശം അല്ലെങ്കിൽ സിനോപ്സിസ് ചോദിക്കുന്നത്. ഒരു നോവലിസ്റ്റിനോട് അങ്ങനെ ചോദിക്കുന്നതിൻ്റെ കൂടെ അനുഭവപ്പെട്ട ഒരാളാണ് ഞാൻ. നമ്മളടുത്ത് ചിലർ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒരു ചേട്ടാ നോവലിൻ്റെ കഥ ഒന്ന് പറഞ്ഞു തരും. ഞാൻ എന്താ അതിന് ഉത്തരം പറയുക? ഞാൻ എന്താ അതിന് പറയേണ്ടത്? ചിരിക്കാൻ പോലും കരയില്ല. ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയിലാവും. അപ്പം ഇവിടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആളുകളെ ഇൻട്രസ്റ്റ് ചെയ്യിക്കുന്ന, നമ്മൾ ആളുകളെ പിടിച്ചിരുത്തുന്ന ചില സംഗതികൾ വേണം. ഇപ്പം മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ ആദ്യത്തെ വരി ഞാൻ തന്നെയാണ് 3 പേരെയും കൊന്നത് എന്നാണ്. എനിക്ക് ഉറപ്പാണ് അത് വെച്ചിട്ട് ആ പുസ്തകം മുഴുവൻ ആരും ഇരുന്ന് വായിക്കും. കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വീട്ടിൽ പോയിട്ടേ, നമ്മൾ വെറുതെ നടക്കുമ്പം അടുക്കളയിൽ പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കും. എന്തേ കാര്യം ഉണ്ടായിട്ടാ? ഒരു കാര്യമില്ല, അതിനകത്തൊന്നുമില്ല എന്ന് നമുക്കറിയാം. നമുക്കൊക്കെ അല്ലെങ്കിൽ വെറുതെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരു കാസറോള് അസാധാരണമായിട്ട് അല്ലെങ്കിൽ സാധാരണ വെക്കുന്നിടത്ത് അല്ലാതെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തോ അതിനുള്ളിൽ എന്തോ ഉണ്ടല്ലോ. ഈ കൗതുകമാണ്. നമ്മൾ ഒരാൾ നമ്മുടെ അടുത്തിരുന്ന് ഫോൺ നോക്കുമ്പോൾ ചെയ്യരുത്. നമ്മുടെ അടുത്തിരുന്നൊരു ഫോൺ നോക്കുമ്പോൾ നമുക്കിതിങ്ങനെ ഇടത്തേ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കാനും നമുക്ക് ഭയങ്കര ടെൻഡൻസിയാണ്. വേറൊരാളുടെ രഹസ്യങ്ങൾ അറിയാൻ ഭയങ്കര ആഗ്രഹമാണ്. നമ്മളിതൊന്നും ചെയ്യരുത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലെ വേറൊരു നമ്മൾ ഇതിനെ ഇങ്ങനെ സൂചിക്കുത്തി പോയി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ മനുഷ്യൻ്റെ വളരെ പ്രാചീനമായിട്ടുള്ള മനുഷ്യൻ്റെ DNA കിടക്കുന്ന ഒരു സാധനമാണ്. ഇതിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആ നോവലിൽ എഴുതിയിരിക്കുന്നത് 3 പേരെയും കൊന്നത് ഞാനാണ്. അപ്പം അത് വായിക്കുന്ന ഒരാൾക്ക് കുറേ ഉത്തരങ്ങൾ വേണം. ആരെയാണ് കൊന്നത്? ആരാണ് ഈ 3 പേര്? എന്തിനു കൊന്നു? എങ്ങനെ കൊന്നു? അതിന് അവർക്ക് ഉത്തരം അവർ തേടുന്നതാണ് അതിൻ്റെ വായന എന്ന് പറയുന്നത്. അതിനിടയിൽ നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് പോകണം. ഇത് പറഞ്ഞപ്പോൾ മലയാള ചെറുകഥയുടെ തുടക്കം തന്നെ ഇത്തരം അപസർപ്പക കഥകളിലൂടെയാണെന്ന് വേണേൽ പറയാം. ഇപ്പം വേങ്ങ കുഞ്ഞിരാമൻ നായനാരുടെ നരിയെ കൊന്ന വെടി, വാസനാവികൃതിയിലേക്കാൾ അത് പിന്നെ നരിയെ കൊന്ന വെടിയിലെത്തുമ്പോഴത്തെ അത് കൃത്യമായ കുറ്റാന്വേഷണം സ്വഭാവമുള്ളതായി മാറുന്നു. അതുപോലെ കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ എന്ന MRKC
ഘാതകവധം. ഘാതകവധം, പിന്നെ ഭൂതരായർ, ഇങ്ങനെ നമ്മുടെ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ അപസർപ്പക രചനകളുടെ പിന്നാലെ പോകുന്നത് കാണാം. അത് കുറച്ചുകൂടി കഴിയുമ്പോൾ രാമരാജ ബഹദൂറിലോ അല്ലെങ്കിൽ പിന്നെ ധർമ്മരാജയിലൊക്കെ എത്തുമ്പോൾ നമ്മളെ അത് വല്ലാതെ ത്രില്ലടിപ്പിക്കുന്ന ഒരു, പക്ഷെ കുറച്ച് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ മലയാള മനോരമ മംഗളമൊക്കെ ആയി വന്നപ്പോൾ ബാറ്റൺ ബോസും പിന്നെ കോട്ടയം പുഷ്പനാഥും ഒക്കെ ഇത്തരം നോവലുകൾ കൊണ്ട് ഒരാഴ്ച മുഴുവൻ മനുഷ്യനെ മുള്ളിൻ്റെ മുകളിൽ കുത്തിരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും അത് അങ്ങ് പോവുകയും മലയാളികളുടെ അപസർപ്പക നോവൽ താല്പര്യങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു. പിന്നെ നമ്മളതിനെ കാണുന്നത് സിനിമയിലാണ്. വീണ്ടും അപസർപ്പക രചനകളുടെ ഒരു കാലം തിരിച്ചു വരികയാണ്. ഈ സാധ്യത കണ്ടിട്ടാണോ അതോ ജനുവിനായുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണോ മോഡസ് ഓപ്പറാൻഡി പോലുള്ള ഒരു ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന കഥകളിലേക്ക് എത്തുന്നത്? സത്യം പറയുകയാണെങ്കിൽ ഇത് എഴുതിയപ്പോൾ ത്രില്ലറാണ് എന്ന്, അത് ത്രില്ലറാണ് എഴുതണം എന്ന് വിചാരിച്ചിട്ട് എഴുതിയല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് എഴുതിയതാണ്. അപ്പം മോഡസ് ഓപ്പറാൻഡിക്ക് എഴുതാൻ ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മുഴുവൻ ഒരു പോസ്റ്റ്മോർട്ടം ടേംസ് ആയതുകൊണ്ട് മെഡിക്കൽ ടേംസ് കുറേ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പോസ്റ്റ്മോർട്ടം നേരിട്ട് കാണുക എന്നുള്ളത്. അത് നടന്നിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ അതിൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അത് എന്നെ തന്നെ വളരെ പേഴ്സണലി ബാധിച്ച കാര്യമാണ്. നിരന്തരം ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഈ കണ്ട വീഡിയോൻ്റെ ചിത്രങ്ങളും ആ ഒരു ഇമേജൊക്കെ എന്നെ വല്ലാതെ ഇടങ്ങേറാക്കി കുറേ സംഗതികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താകുമ്പോൾ ഒരു സ്പൂണ് വെച്ച് ആളുടെ തലച്ചോറ് ഇങ്ങനെ കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അതിങ്ങനെ സ്പൂണ് വെച്ച് ഉരയ്ക്കുമ്പോൾ ഒരു പാറയിൽ ചിരട്ട ഉരയുന്ന ശബ്ദമാണെന്ന്. അപ്പോൾ അത് ഞാൻ തന്നെ നിരന്തരം ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത്ര ബുദ്ധിമുട്ടായിട്ട് പിന്നെ അങ്ങനെ എളുപ്പമൊന്നുമല്ല. പിന്നെ ആളുകൾ ഇത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഇപ്പം മോഡസ് ഓപ്പറാൻഡി എഴുതിയ അതേ ഞാൻ തന്നെയാണ് വരാൽമുറിവുകൾ എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്, അല്ലെങ്കിൽ കാകപുരം എന്ന് പറയുന്ന വളരെ പൊളിറ്റിക്കലി ആയിട്ട് എഴുതുന്നത്. അത് എഴുതി വരുമ്പം നമുക്കൊരു അങ്ങ് സംഭവിക്കുന്നതാണ്. അല്ലാതെ ഞാനിത് ഇന്നിപ്പം അല്ലെങ്കിൽ അടുത്ത മാസം ഞാനൊരു ക്രൈം ത്രില്ലർ എഴുതാമെന്ന് വിചാരിച്ചിട്ട് എഴുതിയൊന്നല്ല. ഞാൻ ഈ മോഡസ് ഓപ്പറാൻഡി വായിക്കുമ്പോൾ ഈ നേരത്തെ റിഹാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോസ് കണ്ടിട്ട് അത് വല്ലാതെ ഹോണ്ട് ചെയ്തായി. എനിക്ക് ഈ പേജ് വായിച്ചിട്ട് മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മുറിച്ചു മാറ്റിയ സ്കള്ളിനുള്ളിൽ നിന്ന് കത്തി പോലെ മൂർച്ചയുള്ള ഒരു സ്റ്റീൽ സ്പൂൺ ഉപയോഗിച്ച് വടിച്ചെടുത്തു. മുരുകൻ്റെ മരണസമയത്തുണ്ടായിരുന്ന അത്രയും സങ്കടമോ അറപ്പോ എനിക്ക് അപ്പോൾ തോന്നിയില്ല. മൂന്നാമത്തെ കൊലപാതകം നടത്തുന്ന സമയത്താണ് എഴുതുന്നത്. അത് 36ാമത്തെ പേജ് വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയിട്ടുണ്ട്. മലയാളത്തിലെ ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടാകുന്നത് ഞാൻ ആദ്യമായിട്ട് എഴുത്തച്ഛൻ്റെ പിന്നെ ദുശാസനവധം വായിക്കുമ്പോഴാണ്. ദുശാസനെ കിടത്തിയിട്ട് ഭീമൻ നെഞ്ചിൽ കയറിയിരിക്കുന്നു, എന്നിട്ട് മാറ് പിളർന്ന് ചോര കുടിക്കുന്ന രംഗം. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ടി ഡി രാമകൃഷ്ണനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു പക്ഷേ ഈ വയലൻസ് ഉണ്ടാക്കുന്ന ഒരു ജുഗുപ്സ സാധാരണ നിലയിൽ മലയാള സാഹിത്യത്തിൽ വലിയ രീതിയിലൊന്നും ആവിഷ്കരിച്ചിട്ടില്ല. ആളുകൾക്ക് അതിനോട് അത്ര താല്പര്യം ഉണ്ടാവുന്നില്ല. പുതിയ കാലത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് വയലൻസ് ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നത്? അത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സൊസൈറ്റിയുടെ മാറ്റമുണ്ട്. ഈ നേരത്തെ ചർച്ചയിൽ പറയപ്പെടുകയുണ്ടായി, വല്ലാതെ സൈക്കിക്കായിട്ടുള്ള ആളുകളുടെ ഒരു കഥകൾ നിരന്തരമായിട്ട് ഇങ്ങനെ വരുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ ഈ പല ആൾക്കാരും ബ്ലഡ് ഷെഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് കാലത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണ്. ടെക്നോളജി, അതായത് കഴിഞ്ഞ 25 വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുൻപത്തെ 500 വർഷത്തിനേക്കാളും വലിയ മാറ്റമാണ് ടെക്നോളജി മനുഷ്യൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം ഇവിടെ ഞാനിത് എഴുതി വെച്ചതോ അല്ലെങ്കിൽ ടി ഡി രാമകൃഷ്ണൻ എഴുതി വെച്ചതോ ഒന്നുമല്ല. ഇവിടെ ഇവർ കാണുന്നത് കൊറിയൻ സീരീസ്, പോർച്ചുഗീസ്, വിദേശ അത്തരം സീരീസുകൾ നമ്മുടെ മുന്നിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും അല്ല അതിനകത്ത്. ഇതിൻ്റെയൊക്കെ എന്താ പറയുക, 100 ഇരട്ടി നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര ഭീകരമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഇപ്പം ഇടയ്ക്ക് ഞാൻ തോന്നും ഈ സ്ക്രീനിൻ്റെ അകത്തുനിന്ന് ചോര തെറിക്കുന്നത് പോലെ ആയിട്ട് തോന്നും. പക്ഷെ അതുപോലും ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമ എല്ലാവരും വളരെ മാർക്കോ എന്ന് പറയുന്ന സിനിമ അങ്ങേറ്റ വയലൻസിൻ്റെ അങ്ങേയറ്റാണ്. അത് നമ്മൾ എന്തോരം എന്താണ് നമ്മൾ ടോക്സിക് എന്ന് പറയുന്ന സിനിമ. അപ്പം നമ്മൾ അതിനെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മറ്റ് മനുഷ്യൻ്റെ ചോരയും ഈ വെട്ടി വീഴ്ത്തുന്നതൊക്കെ അതൊരു ആഘോഷം, എൻ്റർടൈൻമെൻറ്റ്, ആഘോഷം എന്ന് പറയാൻ പറ്റില്ല, അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് കാലത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം ഇവിടെ കാലം
എൻ്റേതല്ലാത്തതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നുള്ളൊരു സെൽഫ് ലവ് ഓക്കെയാണ്. പക്ഷേ സെൽഫ് ലവിന് അപ്പുറത്തേക്ക് കഴിഞ്ഞിട്ട് ഒരു നാസിസം പലപ്പോഴും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു എനിക്ക്. അതായത് എൻ്റേതല്ലാത്ത ഒന്നും എനിക്ക് വേദനയല്ല. ഇപ്പം നാർസിസ് എന്ന് പറയുന്ന വേർഡ് വരുന്നത് പോലെ നാർസിസിൻ്റെ ഒരു രസകരമായിട്ടുള്ള കഥയുണ്ട്. അയാളൊരു ഗ്രീക്ക് കഥാപാത്രമാണ്. സ്വന്തം സുന്ദരനായ അതിസുന്ദരനായ ഒരു പുരുഷന് വെള്ളത്തിലെ നിഴൽ അയാൾ സുന്ദരനായ ഒരു പുരുഷനായിരുന്നു. അയാൾ നിരന്തരം അയാളോട് പല സ്ത്രീകളും പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അയാൾ ആരെയും സ്വീകരിക്കുന്നില്ല. അയാൾ ആരെയും സ്വീകരിക്കാതെ മലദേവത അയാളോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു. മലദേവതയും അയാൾ സ്വീകരിക്കുന്നില്ല. അങ്ങനെ അയാൾ നടന്നൊരു ജലാശയത്തിനരികെ എത്തുകയാണ്. ജലാശയത്തിൽ തെളിഞ്ഞ കണ്ണുകൾ പോലെ തെളിഞ്ഞ ജലാശയത്തിനരികെ എത്തിയിട്ട് അയാൾ തൻ്റെ സ്വന്തം പ്രതിബിംബം നോക്കി നിൽക്കുകയാണ്. അയാൾ ആ സൗന്ദര്യത്തിൽ അയാൾ ഇങ്ങനെ ആസ്വദിച്ച്, നമ്മളെപ്പോഴും ഈ നാർസിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ആ വാക്കിലേക്ക് വരുന്നൊരു കഥയുണ്ട്. ആ കഥയാണത്. എന്തുകൊണ്ട് നാർസിസ്റ്റാണ്? അവനവനിലേക്ക് അയാളെ തന്നെ നോക്കി നിന്ന് അവസാനം അയാൾ അതിൽ വീണ് മരിച്ചു പോകണം, ആ വെള്ളത്തിൽ, അയാളുടെ ഇത്രയും ഒക്കെ. അപ്പം അവനവനിലേക്ക് മാത്രം, അപരനെ കുറിച്ചിട്ട് ചിന്തിക്കാതെ മറ്റൊരു മനുഷ്യനെ കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ സെൽഫ് ലവും നാർസിസവും തമ്മിൽ വളരെ നേർത്തൊരു വളരെ നേർത്തതാണ് അതിൻ്റെ ഒരു അതിര് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത്. അപ്പം ഈ മറ്റുള്ളവരെ കുറിച്ചിട്ട് ആദ്യമില്ലാത്തവർക്കൊരു പ്രശ്നമല്ല ഇതൊക്കെ കാണുമ്പം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മോഡസ് ഓപ്പറാൻഡിയുടെ അവസാന അധ്യായത്തിന് മുമ്പ് ഒരാൾ വായന നിർത്തുകയാണെങ്കിൽ അതിലെ കുറ്റവാളി വേറൊരാളാണ്. അവസാന അധ്യായം വായിക്കുമ്പോൾ ആ കുറ്റവാളി വേറെയായോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതൊരു രചനാതന്ത്രം എന്ന നിലയിൽ പ്രയോഗിച്ചാണോ? അത് വളരെ പ്ലാൻഡ് ആണ്. ഇപ്പം അതിൻ്റെ 14-ാമത്തെ പേജിൽ അതിൻ്റെ എന്താ പറയുക ക്ലൈമാക്സിനെ കുറിച്ചുള്ള ചില സൂചനകളുണ്ട്. അതിനകത്ത് മറ്റൊരു സമയത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. അവിടെ വെച്ചപ്പോൾ ഞാൻ അത് വായിച്ചെത്തിയപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. ഇതറിയാതെ വന്നൊരു പിഴവാണോ അതോ ബോധപൂർവമുള്ളൊരു സാധനമാണോ? പക്ഷെ അത് അവസാനത്തുമ്പോൾ എനിക്ക് ബോധ്യമായി ഇത് ഒരു വെളിച്ചമാണ് അവസാനത്തേക്ക് എന്നുള്ളത്. ഇതൊരു ഈ എഴുത്ത് എന്ന് പറയുന്ന ഒരു പ്രക്രിയ എന്നാണ്. നമ്മളൊരു കേക്ക് ഉണ്ടാക്കുന്നത് പോലെയാണ്. നമ്മൾ അതിൻ്റെ ഓരോ തട്ടുകളും ഐസിങ് വെക്കുന്നതും ഒക്കെ വളരെ സൂക്ഷ്മതയോടെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയുണ്ടാവും. ഇതാണ് എഴുതാനുള്ള നേരത്തെ ചോദിച്ചില്ലേ എന്താണ് എഴുതാൻ, ഈ ഒരു സുഖമാണ്. ഒരു കഥയുടെ ത്രെഡ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ആളുകളെ എങ്ങനെ പിടിച്ചിരുത്താൻ പറ്റിയ ഒരു സാധനം ചുറ്റുപാടുന്ന അല്ലാതെ പ്രത്യേകിച്ചും ഇതുപോലുള്ള കഥകളുടെ ഒരു സംഭവം നമുക്ക് നമ്മുടെ പരിസരത്ത് എവിടെയും നോക്കിയാൽ കാണില്ല. അത്തരം ഒരു ത്രെഡ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ ത്രെഡുകൾ കണ്ടെത്തുക പറഞ്ഞാൽ പലപ്പോഴും വായനയിലൂടെ ആണ് ഞാൻ ത്രെഡുകൾ കണ്ടെത്തുക. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വളരെ പേഴ്സണലായിട്ടുള്ള സംസാരങ്ങളിലൂടെ. ഇതിന് 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നാവികൻ്റെ ഡയറിക്കുറിപ്പ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ പുസ്തകം. അത് 1979 കേരളത്തിന് സ്വന്തമായിട്ടുണ്ടായ ഒരു കപ്പൽ അബ്സ്കോണ്ടിങ് ആവാണ്. അപ്പം പുതിയ സിനിമ വരുന്നുണ്ട് അതിനെ സംബന്ധിച്ച്. അത് 1976 കേരളം സ്വന്തമായിട്ട് വാങ്ങുന്ന കപ്പലാണ്. 79 വരെ അത് പല പേര് മാറ്റി നോർവേയിൽ നിന്ന് വാങ്ങുന്ന കപ്പലാണ്. പേര് മാറ്റി MV കൈരളി എന്നാക്കി. 79 വരെ അത് ചരക്കുകളുമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. 79 ജൂൺ മാസം 30 ഇന്നത്തെ മർമഗോവയിൽ നിന്ന് അത് ജർമ്മനിയിൽ ബ്രിസ്ബനിലോ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ കപ്പൽ. അപ്പം ഇന്നും അന്നും ഒക്കെ കപ്പലുകൾ പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മാഹിയിൽ പോകുന്ന പോലെയാണ്. അവിടെ എണ്ണ അടിക്കാൻ പൈസ കുറവാണ്. അത് ജിബൂത്തി എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്താണ് പോവുക. അപ്പം ഈ കപ്പൽ ജിബൂത്തിയിൽ പോയിട്ട് അവിടുന്ന് വേണം ജർമ്മനിയിലേക്ക് പോകേണ്ടിയിരുന്നത്. അപ്പം 1979 ജൂൺ 30 ഇവിടുന്ന് പുറപ്പെട്ട കപ്പൽ ചാർട്ട് പ്രകാരം 4 ജിബൂത്തിയിൽ എത്തേണ്ടതാണ്. അത് 4 ജിബൂത്തിയിൽ എത്തിയില്ല. അത് കാണാതായപ്പം അവിടുത്തെ ഏജൻറ്റ് ഇവിടെ വിളിച്ച് ചോദിക്കുന്നു, വിളിച്ചല്ല ഫാക്സ് അയക്കുന്നു. ഫാക്സ് അയച്ചിട്ടും കഴിഞ്ഞ്, അതായത് അന്ന് 5 അടുത്ത ദിവസം. അത് കഴിഞ്ഞ് ഇവിടെയുള്ള കൊച്ചിയിൽ നിന്നും അത് പറയുന്നത് 6 ഒരു സാധാ ഇല്ലണ്ടറിൽ ലെറ്ററിൽ അയച്ചിട്ടാണ് പറയുന്നത്. ഇങ്ങനെ കുറേ സ്കാമുകളും പ്രശ്നങ്ങളും. അപ്പം അപ്പം ഇത് വരുന്നത് എവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GR ഇന്ദോവൻ ചേട്ടൻ്റെ ഒരു പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു, കേരളത്തിലെ ദുരൂഹമായ സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് ഈ സംഗതിയായിരുന്നു. അപ്പം ഒരു കപ്പൽ നമുക്കൊക്കെ ഇഷ്ടമാണ്. നമുക്ക് തീവണ്ടി, കപ്പൽ, വിമാനം, ആന, ഇതൊക്കെ നമുക്ക് വല്ലാത്തൊരു കൗതുകം, എത്ര കണ്ടാലും കൗതുകം ഉണ്ടാകും. ഇപ്പോഴും ഒരു റെയിൽവേ ക്രോസിങ്ങിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ തീവണ്ടീൻ്റെ ബോഗി എണ്ണാൻ നിൽക്കും.
ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാം, എനിക്ക് കവിതകൾ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ തീവണ്ടീൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാനൊരു മുൻപ് എഴുതിയൊരു കവിതയാണ്, ഞാൻ എൻ്റെ ഒരു വളരെ ഒരു പ്രണയത്തെ സംബന്ധിച്ച് എഴുതിയൊരു കവിതയാണ്. അതിങ്ങനെയാണ്: ഞങ്ങൾ രണ്ടുപേരും തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴവൾ പറഞ്ഞു, ഇഷ്ടമുള്ളവരുടെ പേരുച്ചരിച്ചുകൊണ്ടാണ് തീവണ്ടി ഓടുന്നത്. അതാണ് തീവണ്ടി ടക്ക് ടക്ക് ശബ്ദം. അപ്പോൾ ഞാൻ അവളുടെ പേരുച്ചരിച്ചു. അതെ, അവൾ പറഞ്ഞത് ശരിയാണ്, അവളുടെ പേരാണ്. അപ്പോൾ നമ്മളത് നമ്മുടെ കുട്ടിക്കാലത്ത് എന്നോ വന്ന് കിടക്കുന്ന ഒരു സംഗതിയാണത്. ഈ നമ്മളിങ്ങനെ തീവണ്ടി പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ശബ്ദത്തെ നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് നമുക്കത് പുനരാഖ്യാനം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു കവിതേൻ്റെ ഒരു കാര്യം എൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞതാണേ. അപ്പോൾ കപ്പലിനെ കുറിച്ച് നമുക്ക് എന്താണ് കാണാതായതിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, കാണാതായതിനെ കാണുക, അതിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് എവിടെ എഴുതാം, ഇത് കരയിൽ എഴുതാം, കടലിൽ എഴുതാം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, കരയിൽ എല്ലാവർക്കും എളുപ്പം എഴുതാൻ. ഇപ്പം കരയിൽ നമ്മൾ എന്തെങ്കിലും കള്ളത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വേഗം പിടിക്കപ്പെടും. കടലിനകത്താകുമ്പോൾ നടക്കൂല, ആർക്കും അറിയില്ല കടലിനകത്ത്, കടൽ അത്ര നിഗൂഢമാണ്. അപ്പം ഞാൻ ആ കടലിൽ ഈ കപ്പൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് 1979 കഴിഞ്ഞ് 1983 ഈ കപ്പൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ അയാളുടെ യാത്രകൾ, അയാൾ കാണുന്ന കപ്പലിൻ്റെ സംഭവങ്ങൾ, അയാൾ കടലിൽ നടത്തുന്ന യാത്രകൾ, ഇങ്ങനെ പലതും. അതിൽ ചരിത്രമുണ്ട്, ഫിക്ഷൻ ഉണ്ട്, ഞാനുണ്ടാക്കിയ ചരിത്രമുണ്ട്. അങ്ങനെ ഒരു ബ്ലണ്ടിങ് ആണ് അതിൻ്റെ ഉണ്ടായത്. അപ്പോൾ അവസാനത്തിൽ അതെന്ത് സംഭവിച്ചു എന്ന് പറയുന്നു. എന്നാലും കൈരളി എന്ന് പറയുന്ന കപ്പലിന് എന്ത് സംഭവിച്ചു എന്ന് പ്രത്യേകിച്ച് അതിനകത്ത് പറയുന്നില്ല. പക്ഷേ അതിനകത്ത് മനസ്സിലാക്കിയെടുക്കാം പല കപ്പലുകളുടെ കഥകളിലൂടെ. ഇതാണ് ആ പുസ്തകത്തിൻ്റെ. പിന്നെ വരാൽമുറിവുകൾ എന്ന് പറയുന്ന പുസ്തകം. വരാൽമുറിവുകൾ എന്ന് പറയുന്നത് ഇൻസെക്ട്സ് എന്ന് പറയുന്നതാണ്. ഒന്ന് അതിനകത്തൊരു ഇൻസെക്ട്സ് ആണ്, രണ്ട് നമ്മുടെ വീടുകൾക്കുള്ളിൽ വെച്ച് നടക്കുന്ന ഒരു ഇന്ത്യയിലൊരു പഠനപ്രകാരം ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നത് സ്വന്തം വീടുകൾക്കുള്ളിൽ വെച്ചിട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നാണ് ഉപദ്രവിക്കപ്പെടുന്നത് എന്നാണ് ഇന്ത്യയിൽ ഈ അടുത്ത് നടന്ന പഠനപ്രകാരവും പറയുന്നത്. അപ്പം ഈ ഇൻസെക്ട്സ്, അതായത് സ്വന്തം ബന്ധത്തിലുള്ള അല്ലെങ്കിൽ സ്വന്തം രക്തബന്ധത്തിലുള്ള ആളുകളോട് തോന്നുന്ന സെക്ഷൽ അട്രാക്ഷനാണ് ഇൻസെക്ട്സ്. ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ ഞാൻ മുൻപ് വായിച്ചായിരുന്നു. ഒന്ന്, അങ്ങനൊരു സംഗതി എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. രണ്ട്, ഒരു കോവിഡ് സമയത്താണ് ഞാൻ ഇത് എഴുതുന്നത് ആക്ച്വലി. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയാണ്, കുറച്ച് ദൂരെയാണ്. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിങ്ങനെ ഫോണിൽ സംസാരിക്കും. അപ്പം ആളുടെ ബ്രദറുണ്ട്, അയാൾക്ക് കുറച്ചൊരു ഈ മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാളാണ്, അത്യാവശ്യം നല്ല പ്രശ്നമുള്ളതാണ്. ഈ കോവിഡ് സമയത്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അവൾ വല്ലാതെ കരഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ അയാളുടെ ബ്രദർ അയാളോടൊരു മിസ്ബിഹേവ് ചെയ്താണ്. ശരിക്കൊരു എന്താ പറയുക, ലൈംഗികമായിട്ട് തന്നെ മിസ്ബിഹേവ് ചെയ്യുകയാണ്. അപ്പം സ്വന്തം ആങ്ങളയിൽ നിന്നും ഉണ്ടാവുന്ന ഈ ഒരു സാധനം അവളോട് ഞാൻ 1-2 മണിക്കൂർ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അവൾ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞെടുത്ത് നിന്ന് ചിലപ്പം ഒരു പക്ഷേ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ. അത് എൻ്റെ ഗുണമൊന്നും അല്ല കേട്ടോ, അവളുടെ ആത്മഹത്യ എന്ന് പിരിച്ചത്. പക്ഷേ നമ്മൾ അന്നേപ്പോൾ ഒരാളെ കേൾക്കാനുണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ അത്ര വേദനയാണല്ലോ ഉണ്ടാവുന്നത്. അപ്പം അതെൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഞാൻ ഈ ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പ് കൊയിലാണ്ടി ഒരു കടയിൽ ജോലി ചെയ്തായിരുന്നു. അപ്പം കൊയിലാണ്ടി അവിടെ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല വായി നോക്കിയായിരുന്നു. അപ്പം പലരുമായിട്ട് സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ വായി നോക്കി നല്ല സുഹൃത്തായതാണ്. അപ്പം അവളുടെ ഉപ്പ അവിടെ ആ ഭാഗത്ത് ഒക്കെ ഉണ്ടാവുന്ന ഒരാളാണ്. അയാളൊരു ഈ കഞ്ചാവൊക്കെ വയ്ക്കുന്ന ഒരാളായിരുന്നു. ഇവരുടെ വീട് കാപ്പാടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവള് വളരെ ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ വന്നപ്പോഴും ഞാൻ ചോദിച്ചു, എന്താ നിൻ്റെ പ്രശ്നം? അപ്പം അവൾ പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഞാൻ ഋതുമതി ആയതിനു ശേഷം എൻ്റെ ഉപ്പാനെ പേടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഉറങ്ങിയിട്ടില്ല. ഇവരുടെ വീട് എനിക്കറിയാം, ഒരു ചെറിയ കുടിലായിരുന്നു കപ്പാട്, കടലിനോട് ചേർന്നിട്ട്. ഉപ്പാനെ പേടിച്ചിട്ട് ഞാൻ എൻ്റെ ആ വീട്ടിൽ രാത്രി ആകുമ്പം ഇറങ്ങി പൊക്കാണ് എന്ന് പറഞ്ഞു. അപ്പം സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ സ്വന്തം ഉപ്പ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ചിലപ്പം അതിശയോക്തിയൊക്കെ തോന്നും. പക്ഷേ ഞാൻ ഈ നോവല് വന്നതിന് ശേഷം ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോൾ അത്തരം അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ വായനകളിൽ നിന്നൊക്കെയാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്.
വരാൽ മുറിവുകൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേർ റെയിൽവേ പാളത്തിൽ പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ റെയിൽവേ പാളത്തിലിരുന്ന് അവരുടെ ജീവിതത്തെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കുന്ന ഒരു സാധനം. എന്നാൽ പിന്നെ ആത്മഹത്യയുടെ രഹസ്യം ആത്മഹത്യയുടെ ഒരു ചങ്ങലയാണ്. എല്ലാവരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആത്മഹത്യയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കഥയെക്കുറിച്ച് ആലോചിച്ച് അത് അതിന് എങ്ങനെ ആണ് ആ ഒരു ചിന്തയിൽ എത്തിച്ചേർന്നത് എന്നൊന്ന് പറയാമോ? അത് വേണം ഒരു ഇച്ചിരി വട്ടാന്ന് പറയാ. See, അതെന്താ വെച്ചാൽ നമ്മൾ വായിക്കുന്നത് നമ്മൾ കാണുന്നത് മീൻസ് സിനിമയായിട്ട് കാണുന്നത് ഇതിൻ്റെയൊക്കെ അന്ത്യം എപ്പോഴും ശുഭാന്ത്യമാണ്. ഒരാൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ജീവിതം തുടങ്ങുന്നു. ആ സിനിമ അല്ലെങ്കിൽ നോവൽ കഥ അവസാനിക്കുമ്പോൾ അയാൾ വായനക്കാരൻ പ്രതീക്ഷിക്കുന്നത് പോലെ അയാൾ ഒക്കത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് സമാധാനത്തോടുള്ള അയാളുടെ ആഗ്രഹ സഫലീകരണങ്ങളിലൂടെ ജീവിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അങ്ങനെയാണോ? അല്ല. നമ്മൾ ചിലരൊക്കെ ഈ മരിക്കോളം കഷ്ടപ്പെടും, മരിച്ചാലും കഷ്ടപ്പെടും എന്ന് പറയുന്നത് പോലെ നമ്മളൊരിക്കലും എന്താ പറയുക പൂർണ്ണ തൃപ്തിയോടെ ഒരു മനുഷ്യനും പൂർണ്ണ തൃപ്തിയോടെ മരിക്കാത്തൊരു ജീവി മനുഷ്യനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൂർണ്ണ തൃപ്തിയോടെ മരിച്ചു പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ.